Hi friends, welcome back to our channel Salt and Pepper. അപ്പോൾ എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കുറച്ച് പേരുടെ സാരി ബ്ലൗസ് നമ്മുടെ സാരി ബ്ലൗസിൽ നിന്ന് സാരി ബ്ലൗസ് തയ്ക്കുന്നത് എന്ന് വെച്ചാൽ തുണിയിൽ അത് വെച്ച് വെട്ടുന്നത് കാണിക്കാൻ പറഞ്ഞു, ചുരിദാറും കാണിക്കാൻ പറഞ്ഞു. ആദ്യം ഞാൻ ചുരിദാർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് സാരി ബ്ലൗസ് നമുക്ക് വേറൊരു തുണിയിലോട്ട് വെച്ച് തയ്ക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാകത്തിനുള്ള ഒരു സാരി ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാർ എങ്ങനെ വേറൊരു തുണിയിൽ വെച്ച് തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചൊരു തുണിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചുങ്കിടി, നമ്മൾ പറയത്തില്ലേ ചുങ്കിടി ചുരിദാർ എന്നൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ഓൺലൈനിൽ eBay വഴി വാങ്ങിയതാണ്. നാട്ടിലെങ്ങാനും വരുന്നത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഇവിടുത്തെ UK eBay എന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് 16 പൗണ്ടായി. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുണി, അതുകൊണ്ട് വാങ്ങിയതൊരു തുണിയാണ്. കുറെ നാളായിട്ട് എൻ്റെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചുരിദാറാണ് നമ്മളിത് തയ്ക്കാൻ പോകുന്നത്. ജസ്റ്റ് ടോപ്പ് വെട്ടുന്ന വിധമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് തയ്ക്കാൻ അറിയാലോ, അപ്പം തയ്ക്കാൻ അറിയാൻ വയ്യാത്തവര് ദയവായിട്ട് ചോദിക്കുക. ഈ ചുരിദാറിന്റെ അളവിലായിരിക്കും നമ്മൾ ഇന്ന് ഇത് തയ്ക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. കാരണം ഇത് വലിയ വില ഇത്ര എന്ന് പറഞ്ഞാലും തുണി നിങ്ങൾക്ക് അറിയാലോ, ചുങ്കിടി ചുരിദാർ നമ്മൾ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തയ്ച്ചൊരു ചുരിദാറാണ്. നിങ്ങൾക്കറിയാം ഈ ചുരിദാറിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണേണ്ടവർക്ക് ഞാൻ വേണം അതിന്റെ ലിങ്ക് തരാം. ഇത് ഓൾറെഡി നമ്മുടെ സൈറ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ഒന്നുകിൽ നമ്മുടെ മലയാളം ട്യൂബിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇത് കിടപ്പുണ്ട് തയ്ക്കുന്ന വിധം. ഇത് നമ്മൾ ട്രാൻസ്പെറന്റ് നെക്കൊക്കെ വെച്ച് തയ്ച്ചതാണ്. പക്ഷേ ഞാൻ അതൊന്നും അല്ല ഇത് തയ്ക്കാൻ പോകുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ടൊരു നെക്ക് ലൈൻ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അളവ് ഇത് തന്നെയായിരിക്കും ഞാൻ തയ്ക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത ചുരിദാർ ഏതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, അല്ലെ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ചുരിദാർ കയ്യിലെടുക്കുക. ഇതുപോലെ നമ്മൾ മടക്കുക, രണ്ടായിട്ടും മടക്കുക. എന്നിട്ട് ഇതിന്റെ തുമ്പൊക്കെ നിങ്ങൾ കണ്ട എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെക്കണം. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് തെന്നിപ്പോവും എന്നൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു പിന്നു കുത്തി വെക്കുന്നു. ഓക്കെ, അതാണ് ചുരിദാറിന് ഞാൻ എല്ലാ സൈഡിലും അങ്ങോട്ട് പിന്നു കുത്തി കൊടുത്തു. അപ്പൊ ഇനിയിപ്പോ അനങ്ങത്തില്ല, നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഈ ചുങ്കിടിയുടെ തുണി ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചു, പക്ഷെ ഇതിന് ഇറക്കക്കുറവാണ്. എനിക്കൊന്ന് അവരുടെ സ്റ്റൈലിൽ തയ്ക്കുന്നതിന് വേണ്ടി ആയിരിക്കും. ഇനി പൊതുവെ ഇറക്കക്കുറവാണ്, അതുകൊണ്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തയ്ക്കാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ തയ്ക്കാനുള്ള തുണി 4ആയിട്ട് മടക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ബെഡ്ഷീറ്റ് കീറിയതോ അങ്ങനെ എന്തെങ്കിലും പഴയ തുണി ഉണ്ടെങ്കിൽ അതേ ചെയ്തിട്ട് പിന്നീട് മുറിച്ച് നല്ല തുണിയെ വെച്ച് കട്ട് ചെയ്താലും മതിയാവും. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. ഇതിനെ എന്നിട്ട് ഇതിനെ 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചുരിദാറിനെ 2ആയിട്ട് മടക്കിയിട്ട് വെച്ചു കൊടുക്കുക. ഇതും അപ്പൊ 4ആയിട്ട് മടക്കിയ തുണിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ അല്ലെ ഞാൻ പറയുന്നത്. നമ്മള് എല്ലാ സൈഡും ഇതിനോട് ചേർത്ത് ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ലതായിട്ട് ഇതേപോലെ തന്നെ കൊണ്ട് അടുപ്പിച്ചതുപോലെ തന്നെ വെച്ചു കൊടുക്കുക. ഇതിച്ചിരി ചുരുങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ അതുപോലെ തന്നെ വെച്ചു കൊടുക്കണം ഇതിന്റെ മുകളിലേക്ക്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് ഓൾറെഡി നല്ല ലെവൽ ചെയ്ത തുണിയാന്ന് തന്നെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തതാണ്. 1/2 ഇഞ്ച് മുകളിൽ കൊടുത്തേക്കുക. ഇത് കണ്ടോ, 1/2 ഇഞ്ച് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇവിടെ 1/2 ഇഞ്ച് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ അടിച്ചു പോകുന്ന പാർട്ട്. മുകളിലേക്കൊക്കെ നമ്മൾ തുണിക്ക് സീംസ് ഇടത്തില്ലേ, അപ്പൊ അടിച്ചു പോകാനുള്ള പോർഷനാണ് ഞാൻ അവിടെ ഇട്ടേക്കുന്നത് കണ്ടോ. അപ്പൊ ഞാൻ എക്സ്ട്രാ പിന്നെ അവിടത്തേക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ആദ്യം നീളമെടുക്കുക. നീളമെടുക്കുമ്പോഴേക്ക് നമ്മൾ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗം നമ്മൾ 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഈ 1 ഇഞ്ച് കൊടുക്കുന്ന നമുക്ക് മടക്കി അടിക്കാനുള്ള പ്ലേസ് ആണ്. അത് നിങ്ങൾ മറന്നുപോലെ കേട്ടോ. അപ്പൊ നമ്മുടെ ചുരിദാറിന്റെ നീളം പിടിച്ചു കഴിഞ്ഞ് എൻഡിൽ 1 ഇഞ്ച് ഇടുക. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്ക് ലൈൻ. ഈ നെക്കിന്റെ ജസ്റ്റ് അടുത്ത് വന്നിട്ട് നമ്മൾ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇതിലായിരിക്കും നമ്മുടെ അടുപ്പ് വരുന്നത്. അവിടുന്ന് നമ്മളൊരു 1/4 ഇഞ്ച് അല്ലെ നിങ്ങൾക്ക് 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കുക ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ വെട്ടുന്നത് ഇങ്ങനെയായിരിക്കും, പക്ഷെ തയ്ച്ചു വരുമ്പോൾ നമ്മൾ ഈ അളവിൽ തന്നെ വന്ന് എത്തിപ്പെടും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ നെക്ക്, അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1/4 ഇഞ്ച്. നെക്ക് ലൈനൊക്കെ 1/4 ഇഞ്ചിന്റെ ആവശ്യമുള്ളൂ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഷോൾഡർ കണ്ടോ, ഷോൾഡർ വന്ന് നിൽക്കുന്നത് എന്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതാണ് എന്റെ ഷോൾഡർ പോയിന്റ്. കണ്ടോ, എളുപ്പമാണ് ചെയ്യാൻ. ഷോൾഡർ പോയിന്റ് അത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആം ഹോള്. കണ്ടോ, ആം ഹോൾ വന്ന് നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, കറക്റ്റ് ആം ഹോൾ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു പാളി ഇങ്ങോട്ട് മറിക്കുക. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഈ പോയിന്റിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് അകത്തെ പാളി നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, അകത്തെ പാളി നിങ്ങൾ നന്നായിട്ട് പിടിച്ചു വെക്കണം. ചുളുകൊണ്ടാൻ പാടില്ല. അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഒരു മുട്ടസൂചി എന്തെങ്കിലും ഇറക്കി കൊടുത്തിട്ടാണേലും ആ പോയിന്റ് എടുക്കാൻ എളുപ്പമാണ്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ഓരോ പോയിന്റും ചെയ്ത് കൊടുക്കണം. കണ്ടോ കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് വരച്ചെടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ആം ഹോൾ. അപ്പൊ ഇവിടെയാണ് ശരിക്കുള്ള നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് പിന്നീടുള്ള അലവൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കിട്ടിയല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ നമ്മുടെ ഇന്നർ ആം ഹോൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇന്നർ ആം ഹോൾ ഒന്നുകൂടെ കുഴു വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ പോയിന്റും ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, ഇത് കണ്ടോ, പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ അവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പിന്നെ ചെയ്യുവാൻ എളുപ്പമായിരിക്കും. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുരിദാർ ശരിക്കും തന്നെയാണെന്ന് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ഓക്കെ, ഇനിയിപ്പോ നോക്കിക്കേ, ഇത് നമ്മുടെ ആം ഹോള്. അതിനുശേഷം നമ്മുടെ തുണി മുഴുവൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് വരയ്ക്കുക. ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ എന്നതാണോ അതേ ഇങ്ങനെ പോയിന്റ് ചെയ്യുക. ഇപ്പോഴത്തെ തുണിയുടെ അവസ്ഥ വെച്ചിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ ഷേപ്പും എല്ലാം വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നു. ഇതാ, വെരി ക്വിക്ക് ആണ്. നിങ്ങൾക്ക് ആർക്കും ഇന്നവരെ തയ്ക്കാത്തവർക്ക് പോലും ഈ മോഡൽ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. ഇത് കണ്ടോ, അത്ര വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ചുരിദാർ ഞാൻ മാറ്റുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് ചെയ്യാം. ഇതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും തയ്ക്കുവാൻ വേണ്ടി. നമ്മൾ ആം ഹോളിന്റെ അവിടെ നിന്നും നമുക്ക് ഇതിപ്പോ സ്റ്റിച്ച് ചെയ്തിപ്പോ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇത് നമ്മൾ കൂട്ടിയിട്ടിട്ടോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ഇഞ്ച് അലവൻസ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പം ആം ഹോളിന്റെ ജസ്റ്റ് അവിടെ വെച്ച് നമ്മൾ വരച്ചതിന് ശേഷം നമ്മളൊരു 1/4 ഇഞ്ച് ഈ ആം ഹോളിന് ചുറ്റും, ഈ സ്ലീവ്സിന്റെ ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കണം. അത് അടിക്കാനുള്ള പോർഷനാണ് കേട്ടോ. ഞാനൊരു 1.5 ഇഞ്ച് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് ഇടണമെങ്കിൽ ഇടാം. ഇതിന് ചുറ്റും ഞാൻ ഒരു 1.5 ഇഞ്ച് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. കിടക്കട്ടെ, കണ്ടോ? ആദ്യം ഞാൻ 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കും, എന്നിട്ട് ഞാൻ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1.5 ഇഞ്ച്. ഇതാണ് നമ്മുടെ ഹിപ്പ് പോയിന്റ്, നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗം ഈ കാണുന്നത്. ആ സ്ലിറ്റിന്റെ ഭാഗം വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സ്ലിറ്റിന്റെ പോയിന്റ്. സ്ലിറ്റിന്റെ പോയിന്റ് നമുക്ക് ജസ്റ്റ് 1 ഇഞ്ച് മതി. കാരണം സ്ലിറ്റ് മറിച്ചെടുക്കാൻ 1 ഇഞ്ചിന്റെ ആവശ്യമുള്ളൂ. അത് കൂടുതൽ ആവശ്യം നമുക്ക് ഇല്ല. ആ സ്ലിറ്റിന്റെ ഭാഗം തൊട്ട് താഴോട്ട് നമുക്ക് 1 ഇഞ്ച് മതി. കാരണം അതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് അത്രത്തിന്റെ ആവശ്യമുള്ളൂ. മനസ്സിലായോ? ഇതാ 1 ഇഞ്ച്. അത് തന്നെ നമുക്ക് ആവശ്യത്തിന് അധികമാണ്. ഞാനിപ്പോ ഇത് എത്ര അളവാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ചുരിദാർ നിങ്ങളുടെ കയ്യിൽ എന്തിരിക്കുന്നോ അത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. നമ്മുടെ മെഷർമെന്റ് എത്ര കിട്ടുന്നോ അത് വെച്ചിട്ട് എളുപ്പമല്ലേ? അപ്പോൾ ഇത്രമാണ് നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പമാണ്. ഇനിയിപ്പോ നെക്ക് ലൈൻ ഉണ്ട് അല്ലെ? നെക്ക് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തുണിയുടെ നെക്ക് ലൈൻ തന്നെ മതി. അത്ര ആഴം മതിയെങ്കിൽ അത് തന്നെ വെച്ച് നിങ്ങൾ ആദ്യം ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാമേ. ആദ്യം ഒന്ന് വരയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒരു 1/4 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് കയറ്റി വരയ്ക്കുക. കാരണം ആ മുകളിലോട്ട് വെച്ചാൽ 1/4 ഇഞ്ച് നമ്മൾ അടിച്ചു വരുമ്പോൾ ഈ കറക്റ്റ് പോയിന്റിൽ വന്നെത്തും. പറഞ്ഞ മനസ്സിലായോ? ഇതിപ്പോ തുണിയെ വെച്ച് നമ്മളൊന്ന് വരച്ചു. അതാണ് നമ്മുടെ ശരിക്കും വരാൻ പോകുന്നത്. അതിന് തൊട്ട് മുകളിൽ 1/4 ഇഞ്ച് മുകളിലോട്ട് മാറ്റി വീണ്ടും ഒരു വരയും കൂടെ വരയ്ക്കുക. അപ്പൊ നമ്മൾ അടിച്ചു വരുമ്പോൾ കറക്റ്റ് പോയിന്റിൽ നമുക്ക് കിട്ടും. ഇത്ര ഉള്ളൂ ഇതിന്റെ ടോപ്പ് കട്ടിങ് എന്ന് പറയുമ്പോഴേക്ക്. പിന്നെ നിങ്ങൾക്ക് ആം ഹോള്, ഇൻസൈഡ് ആം ഹോള്, ഫ്രണ്ട് ആം ഹോള് വരുമ്പോൾ നമുക്ക് കുറച്ച് 1/2 ഇഞ്ച് അല്ലെങ്കിൽ നിങ്ങളെ ഇതനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. അത് നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് വളച്ചെടുത്ത് ഇങ്ങനെ ആ വരയിലോട്ട് തന്നെ കൊണ്ട് മുട്ടിക്കണം കേട്ടോ. അത് മറക്കരുത്. നമ്മളിവിടെ എടുത്ത ആ വരയിൽ തന്നെ ആയിരിക്കണം നമ്മൾ കൊണ്ട് മുട്ടിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിന് ഇനി നമുക്ക് മടക്കി കൊടുക്കാം. ഇത്ര ഉള്ളു നമ്മുടെ ചുരിദാറിന്റെ കട്ടിങ്. ഇനിയിപ്പോ നമുക്ക് ഇതിനെല്ലാം ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ ഈ വരയ്ക്കുന്ന ആദ്യത്തെ വരയിലൂടെ ആയിരിക്കും നമ്മുടെ തയ്യൽ വന്ന് നിൽക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ വര. ഇഞ്ചിട്ട പോർഷൻ അതുകൊണ്ട് ഇതുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്ക് നമ്മുടെ ഈ പോർഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലിറ്റ്. കണ്ടോ, സ്ലിറ്റിന്റെ പോർഷൻ അവിടെ നമ്മൾ
പിന്നെ 1 ഇഞ്ചിൻ്റെ ആവശ്യം നമുക്ക് പിന്നെ വരുന്നുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇപ്പം തന്നെ വെട്ടിയതിന് ശേഷം എന്നുവെച്ചാൽ നമ്മുടെ നെക്ക് ലൈനൊക്കെ, ഈ നെക്ക് ലൈൻ നിങ്ങൾക്ക് ഇപ്പോഴേ വെട്ടിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് പൈപ്പിംഗ് കൊടുത്താൽ മതിയായിരിക്കും. അല്ലെ നമുക്ക് ബയോ സ്ട്രിപ്പ് വെച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ക്യാൻവാസ് ഒക്കെ വെച്ച് വെട്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. സ്ലീവ്സ് എന്തായാലും ഫുൾ സ്ലീവിനുള്ള ലെങ്ത് ഞാൻ എടുക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മടക്കിയെടുത്ത് അതിന്റെ പോർഷനൊക്കെ ശരിയാക്കി എടുത്ത് ചെയ്തേനെ. എനിക്കിപ്പോൾ കൊച്ചു സ്ലീവ് മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബിഗ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്ലീവ് ഒന്ന് മുറിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക. സ്ലീവ് എടുത്ത് മുറിച്ച് മാറ്റുവാൻ വേണ്ടി നിങ്ങൾ ഇത് കണ്ടോ, നമ്മളിങ്ങനെ ആദ്യം എടുത്ത് ഇട്ടിട്ട് നമ്മുടെ ആ അളവിനനുസരിച്ച് എടുത്ത് മാറ്റിയതിന് ശേഷം സ്ലീവിനെ നമുക്ക് മുറിച്ചെടുത്ത് മാറ്റി വെച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന് ഓൾറെഡി ഇങ്ങനത്തെ ഷേപ്പും കാര്യങ്ങളിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതായാലും എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും എൻ്റെ പണികൾ നടക്കത്തില്ല. കാരണം ഇതിങ്ങനെ തന്നെ വന്നേക്കുന്ന ഒരു തുണിയാണ്. അത് കറക്റ്റ് തുണിയുള്ളൂ കേട്ടോ, ശക്കലം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്തൊരു തുണിയാണ് ഈ വന്നേക്കുന്നത്. എന്തായാലും നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ നെക്ക് ലൈനും കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ 4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി അത് തന്നെ അവിടെ തന്നെ വെച്ച് ഞാനങ്ങ് തയ്ക്കുവാണ്. എനിക്ക് ഇച്ചിരി ഇറങ്ങിയ നെക്ക് വേണമെന്നുണ്ടായിരുന്നു. കണ്ടോ, ഇത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടിക്കോളും. ഇതാ കണ്ടോ, അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് തയ്ക്കാനുള്ളതാണ്. കട്ട് ചെയ്ത് മാറ്റരുത്. ഇതിലായിരിക്കും നമ്മുടെ തയ്യൽ വരുന്നത്. ഞാൻ ബാക്ക് ആം ഹോൾ ആണ് ആദ്യം വെട്ടാൻ പോകുന്നത്. കേട്ടോ, നമ്മുടെ ബാക്ക് ആം ഹോള് ഇവിടെയാണ് നമ്മുടെ തയ്യൽ വരേണ്ടത്. ആ പോർഷൻ ഞാൻ ഇവിടെ നിന്ന് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങോട്ട് അലവൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 2 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുത്തോ കേട്ടോ. ഞാനിപ്പോൾ അത്ര കൊടുക്കുന്നുള്ളൂ, കാരണം ഇത് അത്ര നല്ലൊരു തുണിയൊന്നും അല്ല. പിന്നെ വെട്ടുമ്പോൾ മറ്റേ അറ്റത്ത് പോയി വെട്ടരുത് കേട്ടോ. ഈ അറ്റത്ത് വേണം നമ്മൾ വെട്ടുവാൻ വേണ്ടി. എത്ര ഈസിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. ഞാൻ അളവും കാണിക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ വേണം നമ്മുടെ തുണിയുടെ മുകളിൽ വെച്ച് തയ്ക്കുവാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ ചുരിദാറിന്റെ കട്ടിങ് റെഡി. കണ്ടോ, അപ്പൊ ഇതാണ് നമ്മുടെ സ്ലിറ്റ്. ആ സ്ലിറ്റിന്റെ ഭാഗം നമുക്കൊന്ന് ഒരു കട്ടിങ് കൊടുക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂല ഏതാ സ്ലിറ്റ് എന്ന്. ഇതുണ്ടതേ, ഇതാണ് നമ്മുടെ സ്ലിറ്റ് പോയിന്റ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ വേണേൽ ഒരു കുഞ്ഞു സ്ലിറ്റ് ഇത് കൊടുത്തേക്കാം. അപ്പം ഒരു ഐഡിയ കിട്ടും. മനസ്സിലായോ? ഇത്ര ഉള്ളു ചുരിദാർ കട്ടിങ്. വളരെ എളുപ്പമല്ലേ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഉള്ളിത്തലി പോലത്തെ തുണിയാട്ടോ. ഞാൻ എന്തായാലും ഇതിന് ലൈനിങ് വെക്കും. ലൈനിങ് വെക്കാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിന്റെ മുകളിൽ അടിയിലോട്ട് തുണി വെക്കുന്നു, ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതിലൊരു മാറ്റം. നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. നമ്മളിവിടെ 1/2 ഇഞ്ച് ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റെ കൊണ്ട് നമ്മൾ എത്തിക്കണം. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ആം ഹോളും റെഡി. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സ് കട്ടിംഗ് ആണ്. ആദ്യം നമ്മൾ ലെങ്ത് നോക്കുക. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ലേസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ അടിഭാഗം എനിക്ക് അടിക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് എത്രമാത്രം പടി വീതി വെച്ച് അടിക്കണം നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. ഞാനിവിടെ 1 ഇഞ്ച് അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ 1 ഇഞ്ച് ഫ്രണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി വീതിയിൽ അങ്ങ് അടിക്കാം. എന്താ 1 ഇഞ്ച് ഞാനിവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ 1 ഇഞ്ച് താഴോട്ട് ഞാനങ്ങ് വരച്ചേക്കാം. അപ്പൊ എനിക്ക് അടിക്കാനുള്ള പോർഷനായിട്ട് ഞാനിതിനെ കാണുന്നു. അത്ര ഞാൻ ചുമ്മാ അങ്ങ് നീട്ടി വരയ്ക്കുവാണേ. 1 ഇഞ്ച്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. അപ്പം അതിനുശേഷം നമ്മൾ തുണി കൊണ്ട് വെക്കുന്നു. കറക്റ്റ് പോർഷൻ വെച്ചിട്ട് ഇത് എത്രമാത്രം നീളം ഉണ്ടെന്ന് നോക്കുക. ഇതിലധികം നീളമില്ലാതെയാണ് നമ്മൾ കൈ തയ്ച്ചേക്കുന്നത്. അപ്പം അത്രയും ലെങ്ത് തന്നെ ഞാൻ ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്തു. ഇതാണ് കൈയുടെ നീളം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. കണ്ടല്ലോ. അതിനുശേഷം ഞാനൊരു 1/2 ഇഞ്ച് നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തില്ല. എപ്പോഴും നമുക്ക് അടിച്ചു കൊടുക്കാൻ 1/2 ഇഞ്ച് വേണമല്ലോ. ഞാനിവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ 1/2 ഇഞ്ച്. അപ്പം അത് ഞാനൊന്ന് വരച്ചേക്കാം. അപ്പം പിന്നെ നമുക്ക് പിന്നെ ഡൗട്ടുകളൊന്നും തന്നെ വരത്തില്ല. ഇതുണ്ട്,
ഹാഫ് ഇഞ്ച് അങ്ങ് വരച്ചേക്കാം. നമ്മുടെ ഹാഫ് ഇഞ്ച് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഹാഫ് ഇഞ്ചിന്റെ വരെയാണ് ഈ പോകുന്നത്. മനസ്സിലായല്ലോ? ഇതാ ഈ പോകുന്നതാണ് ഹാഫ് ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വരയെ കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഹാഫ് ഇഞ്ചിലല്ല, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലൗസിന് കൈയുടെ അതേ അളവ് കേട്ടോ കൊണ്ട് വെച്ച് കൊടുത്തു. എത്ര മാത്രമാണ് നമ്മുടെ കൈവണ്ണം എന്ന് നോക്കുക. ഇത് കണ്ടോ, പ്രോപ്പർ ആയിട്ട് നമ്മുടെ കൈവണ്ണം എടുക്കുക. കൈവണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളോട് വരച്ചു കൊടുത്തു. അതിനുശേഷം ഇതുണ്ട് എത്ര മാത്രമാണ് അതിൻ്റെ ആം ഹോളിൻ്റെ വന്നേക്ക് നോക്കുക കേട്ടോ. ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരയ്ക്കുവാൻ വേണ്ടി വീണ്ടും ഞാൻ പറയുന്നത് നമ്മുടെ കൈ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ വെച്ച് വരച്ചെടുക്കുക പ്രോപ്പറായിട്ട്. കാണാമോ നിങ്ങൾക്ക്? ഇതേ ഉണ്ടോ? നിങ്ങൾ വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. കയ്യ് കണ്ടോ, നമുക്ക് ഇത്രയും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഐഡിയ ആയി എങ്ങനെ വരയ്ക്കണം. എന്നിട്ട് അത് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ പുറത്തെ കൈയുടെ ഭാഗമാണ്. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് എത്രയാണ് നിങ്ങൾ ഇവിടെ 1.5 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടില്ലേ ബാക്കി, അതുപോലെ തന്നെ നമുക്ക് 1.5 ഇഞ്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1.5 ഇഞ്ചിൽ ഇച്ചിരിയുടെ കൂടുതൽ ഇപ്പൊ 2 ഇഞ്ച് എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമുക്ക് പിന്നീട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാണല്ലോ. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്നിട്ട് ഇത് ഈ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാനുള്ള പോർഷൻ ഒരു ഹാഫ് ഇഞ്ച് നിങ്ങൾ ഇതുപോലെ അതിന്റെ അരികിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ആം ഹോളിനെ നമ്മളൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. കണ്ടോ, ഇതാണ് അതിന്റെ മാർക്കിങ്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഹാഫ് ഇഞ്ച് ഇങ്ങനെ എടുത്തു. ഇതുണ്ടോ, ഹാഫ് ഇഞ്ച് എടുത്ത് നമ്മൾ ഇങ്ങനെ കൊണ്ട് യോജിപ്പിക്കുന്നത്. അപ്പൊ ഇതിലേക്കൂടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട പോർഷൻ. മനസ്സിലായല്ലോ? അത്രയും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ നമ്മുടെ കട്ടിംഗ് പോയിന്റ് ഇതാണ്. ഇത്രയുള്ള നമ്മുടെ കയ്യ്. അത് എത്ര ഭംഗിയായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റി. കണ്ടോ, മനസ്സിലായോ? ഇനിയിപ്പോൾ എന്നാ എടുക്കണം നിങ്ങൾ? അതിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഇന്നർ വെട്ടണമല്ലോ. നമുക്ക് ഇന്നർ കൈ വെട്ടാനുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു ഹാഫ് ഇഞ്ച് വെട്ടിയെടുത്ത് മാറ്റുക. അതിന് നമ്മളിത് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. നമ്മുടെ ഈ പോർഷൻ കണ്ടിട്ട് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ വെട്ടി മാറ്റണം. ഇതല്ലോ. എന്നിട്ട് നമ്മൾ ആ പോർഷനിലോട്ട് തന്നെ കൊണ്ട് മുട്ടിക്കുക. നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ പറയുന്നതിലും എളുപ്പം നിങ്ങൾക്ക് അതായിരിക്കും. കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? എന്നാ ഫാസ്റ്റ് ആയിരുന്നു നോക്കിയാൽ. ഇത് നമ്മുടെ പുറത്തെ ആം ഹോള്. ഇതാണ് നമ്മുടെ പുറമേ ഉള്ള ആദ്യം നമ്മൾ കട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഹാഫ് ഇഞ്ച് 2 തുണി വെച്ച് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ ചുരിദാർ കട്ടിങ്. വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ലൈനിങ് വെച്ച് തയ്ക്കുന്ന ഇതിന് ലൈനിങ് എന്തായാലും വേണം. ഞാൻ ലൈനിങ്ങിൻ്റെ തുണി ഇനി തപ്പി പിടിക്കണം. കാരണം എവിടെ നിന്നാണ് എന്തെങ്കിലും ഏകദേശം ഒരു ചേരുന്ന നോക്കി നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. തുണി ലൈനിങ് തുണി വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് വെക്കുന്നു, നമ്മൾ കട്ട് ചെയ്യുന്നു, തയ്ക്കുന്നു. ഒന്നുകൂടെ പറയാനുള്ളത്, നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ അല്ലെ ഇതിന്റെ ബോട്ടം. ഇതാണ് ഇതിന്റെ ബോട്ടം. കണ്ടോ, ഇതിങ്ങനെ കെട്ടിക്കെട്ടിയല്ലേ വരും. നിങ്ങൾ കണ്ടോ, ഇത് കെട്ടിക്കെട്ടി. ഇതാണ് ഇതിന്റെ ബോട്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറ്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ഷോള്. സിമ്പിൾ ഷോള് കണ്ടോ, പക്ഷെ നല്ലതായിട്ട് ചേരും. എല്ലാവർക്കും ചേരുന്ന കളറാണ് ഇത്. അത് നമ്മുടെ ചുരിദാറിന്റെ ടോപ്പും. അപ്പൊ ഇത് തയ്ച്ച് കഴിയുമ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും. ഞാനും എക്സൈറ്റഡ് ആണ്. സിമ്പിളായിട്ടാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.